ഹായ് എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEdലെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ആ ഫസ്റ്റ് യൂണിറ്റ് ഇസ് നേച്ചർ ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ലേണിംഗ് എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? നമ്മൾ സ്കൂളിൽ പോകുന്നതും അവിടെ പോയിരുന്ന് പഠിക്കുന്നതൊക്കെ ആയിരിക്കും അല്ലേ? സോ hearing the word learning, most of us think of studying at the school. ശരിയാണ്, നമ്മളെല്ലാവരും ആലോചിക്കുക സ്കൂളിൽ പോകുന്നതും അവിടെ പഠിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ സ്കൂളിൽ പോയി നമ്മൾ ഈ ഇംഗ്ലീഷും ഫിസിക്സും മലയാളം അതുപോലുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ച് കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് വരുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ലേണിങ്ങും കൂടെ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പോകാതെ തന്നെ സ്കൂളിൽ നിന്നൊന്നായിരിക്കില്ല നമ്മൾ പഠിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്നായിരിക്കില്ല നമ്മൾ പഠിക്കുക. ചിലത് നമ്മളെങ്ങനെ ലേണിംഗ് പഠിക്കുന്നത് നമ്മുടെ എവറി ഡേ ലൈഫിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ത്രൂ അവർ എക്സ്പീരിയൻസ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവുക നമ്മുടെ അനുഭവങ്ങളിലൂടെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഭയങ്കര ഫിലോസഫി ആയിട്ടൊക്കെ പറയും, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്, അല്ലെങ്കിൽ അനുഭവം ഗുരു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബിയോണ്ട് ദ സ്കൂൾ, അല്ലെങ്കിൽ അത് സ്കൂളിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു കരിക്കുലത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സിലബസിൽ നിന്നോ ഒതുങ്ങിയതല്ല. അതിനപ്പുറത്തേക്ക് വി ആർ ലേണിംഗ് എവറി ഡേ ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കുഴിയിൽ നമ്മൾ വീണു എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ, അവിടെ ഒരു കുഴിയുണ്ട്, കാരണം ഒരിക്കൽ നമ്മൾ ആ കുഴിയിൽ വീണതാണ്, ഇനി അടുത്ത തവണ അത് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് കെയർഫുള്ളായിരിക്കും, കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയിൻലി എനി ചേഞ്ച് ഇൻ ദ ബിഹേവിയർ റിസൾട്ടിങ് ഫ്രം ബിഹേവിയർ. So our experience were gained is evident that it is gained through learning. നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ലേണിംഗ് തന്നെയാണ്. ലേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ തന്നെ പോയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കും നമ്മുടെ എവറി ഡേ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ലേൺ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കൂളിൽ ഒരു പ്രത്യേക കരിക്കുലം ഫോളോ ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടായിരിക്കും? നമ്മുടെ അറ്റൻഡൻസ് ഉണ്ടായിരിക്കും, എക്സാംസ് ഉണ്ടായിരിക്കും, പ്രൊജക്റ്റ്, വൈവ, ഇങ്ങനെ ഇൻറ്റേർണൽസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷനും ലേണിങ്ങും തമ്മിലൊരു ഡിഫറൻസ് വരുന്നത്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പാർട്ടിങ് നോളജ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യണം. ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വ്യക്തി നമുക്ക് എന്ത് ചെയ്യും? നോളജ് ഇമ്പാർട്ട് ചെയ്യാം. പക്ഷെ ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? അഡാപ്റ്റിംഗ് നോളജ്. നമ്മൾ നോളജ് എന്ത് ചെയ്യണം? അറിവ് വീണ്ടെടുക്കുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. ആ നോളജ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ ഇമ്പാർട്ട് ചെയ്യണം, അങ്ങോട്ട് കൊടുക്കുന്നതാണ്. മറ്റേത് നമ്മൾ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്, അതെങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് മാത്രം അവിടെ പഠിക്കണമെന്നില്ല, അതെങ്ങനെ അവർ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അത് ചിലർ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ വിടുന്നവരായിരിക്കും. പക്ഷെ ആ നോളജ് എങ്ങനെ അത് കുട്ടികൾ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ടീച്ചേഴ്സ് പറയുന്നതിനപ്പുറത്തേക്ക് അവരെന്തെങ്കിലും സ്വന്തമായിട്ട്, ചില കുട്ടികൾ സ്വന്തമായിട്ട് ബുക്സൊക്കെ വായിച്ച് ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്ത് ഒരു സെൽഫ് ലേണിംഗ് നടത്തുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവർ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമൽ പ്രോസസ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്പെഷ്യൽ ബിൽഡിംഗ് ഉണ്ടായിരിക്കും, അറ്റൻഡൻസ്, വൈവ എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർമൽ പ്രൊസീജിയർ ആയിരിക്കും. പക്ഷെ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ഒരു ഇൻഫോർമലാണ്. ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് ഗെയിൻഡ് ത്രൂ ടീച്ചിങ്. എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? ഒരു ടീച്ചർ ടീച്ച് ചെയ്തുകൊണ്ട് ഗെയിൻ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് ഇസ് ഗെയിൻഡ് ത്രൂ എക്സ്പീരിയൻസ്. ലേണിംഗ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ തന്നെ അനുഭവത്തിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ഫ്രം ആൻ ഔട്ട്സൈഡ് സോഴ്സ് വേർ ലേണിംഗ് ഇസ് ഫ്രം എ ഇന്നർ സെൽഫ് ഇറ്റ് സെൽഫ്. അപ്പോൾ എഡ്യൂക്കേഷനും ലേണിങ്ങും തമ്മിലുള്ള കുറച്ചൊരു ഡിഫറൻസാണ് ഇവിടെ ഞാൻ ഈ സ്ലൈഡിൽ പങ്കുവച്ചിട്ടുള്ളത്.
ഇനി നമുക്ക് ലേണിങ്ങിൻ്റെ നേച്ചറിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. സോ നേച്ചർ ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് തന്നെ അഡാപ്ഷൻ ഓർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അഡാപ്ഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരി തിന്നുന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നടുകഷ്ണം തിന്നണം എന്നൊക്കെ പറയില്ലേ. അതായത് നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും അവിടുത്തെ ആ ഒരു സാഹചര്യത്തോട് അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക നോക്കുക എന്നുള്ളത് അത് നമ്മുടെ ലേണിങ്ങിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു എൻവയോൺമെൻറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് സ്വയം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ ഒരു സെൽഫ് റെക്കഗ്നൈസേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ലേണിംഗ് ഉണ്ടല്ലോ, ആ ലേണിങ്ങിൽ നമ്മൾ എങ്ങനെ ആ ഒരു സാഹചര്യത്തോട് നമ്മൾ അഡാപ്റ്റ് ആവുന്നു അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അതൊന്നും നമ്മൾ ആരും പഠിപ്പിച്ച് തരുന്നതല്ല, നമ്മൾ സ്വയം മനസ്സിലാക്കുന്നതാണ് ആ ഒരു സാഹചര്യങ്ങളിൽ. സോ ഓൾ പേഴ്സൺ കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ്. നമ്മൾ എല്ലാവരും എൻവയോൺമെൻറ്റിൽ കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആൻഡ് വി ഓഫൺ മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അഡാപ്റ്റ് ടു അവർ സോഷ്യൽ എൻവയോൺമെൻറ്റ്. Through a process of continuous learning, the individual prepare himself for necessary adjustment or adaptation. സോ നമ്മളെല്ലാവരും നമ്മൾ പല സാഹചര്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം മനസ്സിലാക്കും. ഇപ്പോൾ കുറച്ച് പേര് കൂടുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു പ്രസൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവർ മിണ്ടാതിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമല്ലോ. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ അഡാപ്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഇസ് ലേണിംഗ് ഇസ് ഇംപ്രൂവ്മെൻറ്റ്. ലേണിംഗ് ഇസ് എൻ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് a process of improvement with practice or training. We learn many things which help us to improve our performance. സോ നമ്മുടെ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ ഒരുപാട് ട്രെയിൻ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു ഫുട്ബോൾ ക്യാമ്പിലും പല കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അവരൊരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, അവർക്ക് ആ ഒരു ഫീൽഡിൽ ഈ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരതങ്ങനെ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഇംപ്രൂവ്മെൻറ്റ്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇംപ്രൂവ്മെൻറ്റും കൂടിയാണ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ലേണിംഗ് ഈസ് ഓർഗനൈസിങ് എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യം ഞാനിത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുഭവം ഗുരു അല്ലേ. സോ നമ്മൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. ആൻഡ് ലേണിംഗ് ബ്രിങ്സ് ബിഹേവിയറൽ ചേഞ്ച്. നമുക്ക് ഒരുപാട് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഈ ലേണിങ്ങിന് കഴിയും. ആൻഡ് ലേണിംഗ് ഈസ് ആക്റ്റീവ് ആൻഡ് ഗോൾ ഡിറക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ആൻഡ് കണ്ടിന്യൂസ്. അതായത് ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ് ലേൺ എവറി മൊമെൻറ്റ്. ദ ഇൻഡിവിജ്വൽ എൻഗേജ് ഹിംസെൽഫ് ടു ലേൺ മോർ ആൻഡ് മോർ റൈറ്റ് ഫ്രം ദ ബർത്ത് ടിൽ ഡെത്ത്. ദ ലേണിംഗ് കണ്ടിന്യൂസ്. അതായത് ലേൺ ചെയ്യാൻ അങ്ങനെ ഇന്നൊരു പ്രായപരിധിയൊന്നുമില്ല. നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ടിൽ അവർ ഡെത്ത്. നമ്മുടെ മരണം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ നേച്ചർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് എലമെൻറ്റ്സ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ എലമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലേണിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് എന്താ, ലേണിംഗ് ഗ്രോത്ത് ആണ്. ലേണിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an individual grows as he lives. This growth implies both physical as well as mental development of the learner. സോ നമ്മൾ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വലും നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കണേ. അത് നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമ്മൾ വളരുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിലാണെങ്കിലും മെൻ്റൽ ഡെവലപ്മെൻറ്റിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദ ഇൻഡിവിജ്വൽ ഗെയിൻസ് എക്സ്പീരിയൻസ് ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ്. അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് നമ്മുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മളായിരിക്കില്ല പിന്നീട് ഉണ്ടാവും. പിന്നെ നമ്മൾ വളരുമ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. സോ ദ ഇൻഡിവിജ്വൽ ഗ്രോസ് ത്രൂ ലിവിങ് ആൻഡ് ലേണിംഗ്. Thus growth and learnings are interrelated and even synonymous.
സോ ഗ്രോത്ത് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രോത്ത് എന്ന് പറഞ്ഞാലും ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. കാരണം നമ്മുടെ വളർച്ചയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. ആൻഡ് ദ സെക്കൻഡ് പോയിൻ്റ് ഇസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നേച്ചർ ഓഫ് ലേണിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ സാഹചര്യങ്ങളോടനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി വി ഡിസ്കസ്ഡ്. നമ്മുടെ നേച്ചർ ഓഫ് ലേണിങ്ങിൽ വരുന്ന സെയിം പോയിൻ്റ് തന്നെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ലേണിംഗ് ഈസ് പർപ്പസ്ഫുൾ. ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. വി ലേൺസ് ത്രൂ ആക്ടിവിറ്റീസ്. വി ഗെറ്റ് ഹിംസെൽഫ് ഇൻട്രസ്റ്റഡ് വെൻ വി അവെയർ ഓഫ് ഹിസ് ഒബ്ജക്റ്റീവ് ടു ബി റിയലൈസ്ഡ് ത്രൂ ദീസ് ആക്ടിവിറ്റീസ്. ദെർഫോർ ഓൾ ലേണിംഗ് ഇസ് പർപ്പസീവ് ഇൻ നേച്ചർ. സോ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർപ്പസിന് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ കാര്യം. അപ്പോൾ ആളുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു ഗോൾ ഓറിയൻറ്റഡ് എന്തായിരിക്കും, ആ ഒരു ഫീൽഡിൽ ഇമ്പ്രൂവ് ചെയ്യണം, അതിലൊരു നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളതായിരിക്കും. അത് ആളുടെ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും ഒക്കെ. സോ അതുപോലെ നമ്മൾ ലേൺ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്കൊരു ഗോൾ ഓറിയൻറ്റഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടാവുക. ചിലർക്കത് ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കും നമ്മളിൽ പലരും. ആൻഡ് ലേണിംഗ് ഈസ് എക്സ്പീരിയൻസ്. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റലിജൻറ്റ്, ആക്റ്റീവ്, ആൻഡ് ഇറ്റ് ഈസ് ബോത്ത് സോ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ, വെയറാസ് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. സോ ഇപ്പം നമ്മൾ ലേണിംഗ് എന്താണെന്ന് പഠിച്ചു, ദെൻ നേച്ചർ ഓഫ് ലേണിംഗ്, ഓൾസോ എലമെൻറ്റ്സ് ഓഫ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷൻസ്. സോ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ദെയർ ഇംപ്ലിക്കേഷനിൽ മെയിനായിട്ട് 4 പോയിൻറ്റ്സ് ആണ് വരുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇമിറ്റേഷൻ, നെക്സ്റ്റ് വൺ ഇസ് കണ്ടീഷൻഡ് റെസ്പോൺസ്, and the third one is trial and error, and the fourth one, last one is insight. ഇങ്ങനെ 4 മെയിൻ പോയിൻറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. സോ ദ പ്രിൻസിപ്പൽ ഫോം ഓർ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഈ 4 പോയിൻ്റ് ആണ്. ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ, ലേണിംഗ് ത്രൂ കണ്ടീഷൻഡ് റെസ്പോൺസ്, ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ, ആൻഡ് ഫൈനലി ലേണിംഗ് ത്രൂ ഇൻസൈറ്റ്. സോ ഈ ഓരോ പോയിൻറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ഇമിറ്റേഷൻ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ലേണിംഗ്. ലേണിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോമാണ് ഈ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമൺ പ്ലേസ് observation that children imitate the behavior, habits, manners and the way of adults. So especially ഇത് നമുക്ക് ചെറിയ കുട്ടികളിൽ കാണാൻ പറ്റും. അവർ നമ്മൾ എന്ത് ചെയ്യുന്നോ അതേപോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യും, അതുപോലെ അവരെ കോപ്പി. കാരണം ചെറിയ കുട്ടികൾക്ക് അവരെന്തായിരിക്കും, അവർ അതേപോലെ അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. അതുപോലെ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് അവരുടെ മുന്നിൽ കാണിക്കുന്നു അതേപോലെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പറയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത് എന്ന് പറയും. കാരണം അവരുടെ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അല്ലെങ്കിൽ മീൻസ് ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അവർക്ക് എന്താണോ നടക്കുന്നത് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ്. ഇത് എക്സ്പെഷ്യലി നടക്കുന്ന ഈ ചെറിയ കുട്ടികളുടെ കേസിലാണ്. ചിലർ അവർ വന്നിട്ട് ക്ലാസ്സിൽ എൻ്റെ ടീച്ചർ ഇങ്ങനെയാണ് ചെയ്യുക, ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിൽ ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. സോ ഇതിനെയാണ് ഈ ഒരു ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും ഹാബിറ്റ്സ് ആണെങ്കിലും എല്ലാതും കുട്ടികളിൽ അതേപോലെ എക്സ്പെഷ്യലി കുട്ടികൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യും. The learner exactly copies the behavior of another person without understanding or thinking. അവിടെ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടൊന്നും ആയിരിക്കില്ല. എന്താണോ അത് ചെയ്യുന്നത് ലേണർ അതേപോലെ എന്ത് ചെയ്യും, മറ്റൊരാളെ കോപ്പി ചെയ്യുന്നതാണ്. എക്സാക്ട്ലി കോപ്പീസ് ദ ബിഹേവിയർ ഓഫ് അനദർ പേഴ്സൺ. കൂടുതൽ അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കാതെ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓർ തിങ്കിങ് എന്ത് ചെയ്യും, മറ്റൊരാളെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഈസിലി കണ്ടീഷനിങ് ഓഫ് എ റെസ്പോൺസ് ഇസ് അച്ചീവ്ഡ്. The conditioning should be easiest in the case of human being.
In spite of these distracting elements in conditioning of response, it certainly remains one of the most important method of learning, especially in the case of children. In childhood, many of the responses of the child are conditioned to a particular object, and even when the individual becomes an adult, his conditioned response continues. And the third one is trial and error. ട്രയൽ ആൻഡ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുക. ചിലപ്പോൾ ഒറ്റ തവണ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഫെയിലായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. കാരണം ആരും എല്ലാം പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഫെയിലായിട്ടുണ്ടാവും, രണ്ടാമത് ചെയ്യും വീണ്ടും ചിലപ്പോൾ ഫെയിലായിട്ടുണ്ടാവും. പക്ഷേ ആദ്യം ചെയ്യുന്ന അത്ര ഇതായിരിക്കില്ല. ആദ്യം ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഒരു നോളജ് അതിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടെ നികത്തിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ട്രയൽ ആൻഡ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് സക്സസ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള മിസ്റ്റേക്സൊക്കെ നമ്മൾ അവസാനം ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതല്ലെങ്കിൽ ആ ഒരു സക്സസിൻ്റെ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, അതെല്ലാം ആ എറേഴ്സൊക്കെ നികത്തിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് നോൺ ആസ് എ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. നമ്മൾ ട്രയൽ ചെയ്യുമ്പോഴും നമ്മൾക്ക് വരുന്ന മിസ്റ്റേക്ക് എറേഴ്സിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ് ഫൈനലി അറൈവ്സ് അറ്റ് എ സക്സസ്ഫുൾ റെസ്പോൺസ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ലേണിങ്ങിൽ ലാസ്റ്റ് പോയിൻ്റാണ് എന്ത്, ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സഡൻ ആൻഡ് ഓൾട്ടേഴ്സ് ദ പെർസെപ്ഷൻ. പെട്ടെന്ന് എടുക്കുന്ന ഒരു ലേണിങ്, പെട്ടെന്ന് നമുക്ക് ചില ഇൻസൈറ്റ്ഫുൾ ലേണിങ് അല്ലെങ്കിൽ ഒരു സഡൻ ലേണിങ് എന്നൊക്കെ പറയില്ലേ. ആൻഡ് ദാറ്റ് ഓൾട്ടേഴ്സ് ദ പെർസെപ്ഷൻ. An old object appears in the new pattern and organization by the virtue of insight. So it is a superior to imitation and a conditioned response because both later matter takes more time. സോ ഈ ആദ്യം നമ്മൾ പറഞ്ഞ ഇമിറ്റേഷൻ ആണെങ്കിലും കണ്ടീഷൻഡ് റെസ്പോൺസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നത് അതിങ്ങനെ നോക്കിയിട്ടൊക്കെ ഇരിക്കും നമ്മളതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ അല്ലേ. പക്ഷേ ഈ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു സഡൻ ആയിരിക്കും, അത് ഒരു സഡൻ റെസ്പോൺസ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് വിൽ ബി പെർമനൻ്റ്ലി ഹെൽപ്പ് ദ യൂസ് ഓഫ് ഇൻസൈഡ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഇൻ പ്ലേസ് ഓഫ് ട്രയൽ ആൻഡ് എറർ in their studies and other activities. They will also be able to conserve their energy. So next term is rote learning versus meaningful learning. rote learning or meaningful learning എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ rote learning എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ മെമ്മറൈസേഷൻ. റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഓർത്തെടുത്ത് പഠിക്കുന്നൊക്കെ ഉണ്ടാവില്ല, മെമ്മറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണെങ്കിലും അതൊക്കെ നമ്മൾ മനപ്പാടമാക്കിയിട്ടല്ലേ പറയുന്നത്. അതിനാണ് നമ്മൾ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്, ബൈ ഹാർട്ട് പഠിക്കുന്നത്. ആൻഡ് ഇറ്റ് സേവിങ് നോളജ്, സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ. സോ റോട്ട് ലേണിംഗ് ഈസ് ബേസിക്കലി മെമ്മറൈസേഷനാണ്. അതെന്ത് ചെയ്യും, നമ്മൾ ബൈ ഹാർട്ടാക്കി പഠിച്ച് അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നീട് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ആ ബൈ ഹാർട്ടാക്കിയത്, ഇപ്പോൾ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആണെങ്കിലൊക്കെ ബൈ ഹാർട്ട് പഠിക്കും. പക്ഷെ അവർക്ക് എക്സാമിൻ്റെ സമയത്ത് അതിൽ ഒരു വേർഡ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാണ് ഈ റോട്ട് ലേണിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതാണ് റോട്ട് ലൂപ്പ് എന്ന് പറയും. റോട്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് ബൈ ഹാർട്ട് പഠിക്കുകയെന്ന് വിചാരിക്കുക. ആദ്യം അവരെന്ത് ചെയ്യും, ലേൺ ചെയ്യും, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അത് പഠിച്ചിട്ട് പിന്നെ എക്സാം എഴുതും. ആ എക്സാമിൻ്റെ സമയത്ത് ഇൻ കേസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ വേർഡ് അവർക്ക് മിസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദേ മേ ബി ഫോർഗെറ്റ്, അത് അവർ മറക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വേർഡ് മിസ്സായി കഴിഞ്ഞാൽ അതിന് പകരം എന്താ ആഡ് ചെയ്യണം, അത് എങ്ങനെ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും ചിലപ്പോൾ അവർക്ക് ആ ഒരു ടൈമിൽ കിട്ടില്ല. ദർ ഇസ് എ ചാൻസ് ഫോർ ഫോർഗെറ്റിംഗ്. ഈ ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്, ദർ ഇസ് എ ചാൻസ് ഫോർ ഫോർഗെറ്റിംഗ്.
ഇതാണ് അതിൻ്റെ ഒരു ഫിഗറാണ് ഇത് റോട്ട് ലൂപ്പിൻ്റെ ഒരു ഫിഗറാണ് കേട്ടോ ഇത്. സോ നെക്സ്റ്റ് ടേം ഇസ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. മീനിങ് ഫുൾ ലേണിങ്ങിന് it requires learners who are actively engaged in a meaningful task in which they manipulate object and parameters of the environment they are working in. സോ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ആക്റ്റീവ്, ഇൻറ്റൻഷണൽ, കോപ്പറേറ്റീവ്, കൺസ്ട്രക്റ്റീവ് ആൻഡ് ഒതൻറ്റിക്. ഈ 5 എണ്ണമാണ് മെയിൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം, നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും ശരി, അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് നമ്മൾ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫുള്ളി അണ്ടർസ്റ്റുഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരിക്കലും മറന്നു പോവില്ല. കാരണം ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അത്രയും മനസ്സിലാക്കിയിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മൾ കണക്ട് ചെയ്തിട്ടൊക്കെ ഇരിക്കും, ഇൻ്റർലിങ്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ ചില കോഡുകളൊക്കെ വെക്കുന്നുണ്ടാവും. ഇപ്പോൾ ലൈക്ക് എഹിലി ബബോക്ക നാമകൽസി എന്ന് പറയുമ്പോൾ അത് പീരിയോഡിക് ടേബിൾസ് ബൈ ഹാർട്ട് പഠിക്കാനുള്ളൊരു, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ ഓർത്ത് വെക്കാനുള്ളൊരു കുറുക്കുവഴിയാണ് അത്. എഹിലി ബബോക്ക, ഹൈഡ്രജൻ, ഹീലിയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് ഒരിക്കലും മറന്നു പോവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറിയൊക്കെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇൻ്റർലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ചില കോൺസെപ്റ്റ് നമ്മൾ അത്രയും മനസ്സിലാക്കിയിട്ടൊക്കെ പഠിക്കുന്നില്ല. മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത്, ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. വേറെ ദ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഇൻ്റർലിങ്ക് ചെയ്തിട്ട് പഠിക്കുന്നതിനെ നമ്മൾ മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിലേറ്റ് ഇൻഫോർമേഷൻ ടു എവറി ഡേ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ലിങ്ക് ന്യൂ ഇൻഫർമേഷൻ വിത്ത് ദ പ്രയർ നോളജ്. അതുപോലെ നമ്മൾ ആ പ്രയർ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്തുകൊണ്ടൊക്കെ പഠിക്കുന്നതാണ് മീനിങ് ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ